السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. وافعلوا الخير لعلكم تفلحون. صدق الله العظيم. قال رسول الله صلى الله عليه وسلم بلغوا عني ولو آية. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റജബുൽ മുറജ്ജബ് അതിൻ്റെ മഹത്വങ്ങളും ഷഹ്റുൽ ഇസ്തിഗ്ഫാർ റജബുൽ മുറജ്ജബ് എന്ന നിലക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച ഇസ്തിഗ്ഫാറും മറ്റു ദുആകളെ സംബന്ധിച്ചും കഴിഞ്ഞ അദ്ദിറാസത്തുൽ അസ്ഹരിയ ഫി ഷഹ്റിൽ ഇസ്തിഗ്ഫാരി റജബിൽ മുറജ്ജബ് അതിൽ വിശദീകരിക്കപ്പെട്ടു. നമ്മുടെ ഈ ദിറാസ, ഈ രണ്ടാമത്തെ ദിറാസ അദ്ദിറാസത്തുൽ അസ്ഹരിയ ഫി സുയാമി റജബിൽ മുറജ്ജബ്, റജബ് ഷരീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് നോമ്പുകളെ സംബന്ധിച്ചാണ് ഈ ദിറാസ ഉള്ളത്. ഇസ്ലാമിൻ്റെ അർക്കാനിൽ നാലാമത്തെ റുക്നായ പരിശുദ്ധ റമദാൻ ഷരീഫ് നോമ്പനുഷ്ഠിക്കൽ, ഫറലായ നോമ്പ്, നമ്മുടെ ജീവിതത്തിൽ നോമ്പുകൾ, റമദാൻ ഷരീഫിൻ്റെ നോമ്പുകൾ അത് നിർബന്ധമായും നമ്മൾ നിറവേറ്റേണ്ടതും അത് നഷ്ടപ്പെട്ടാൽ അത് ഖളാ വീട്ടേണ്ടതും, പ്രത്യേകിച്ചും ഓരോ വർഷത്തും, പ്രത്യേകിച്ചും കഴിഞ്ഞ റമദാൻ മാസത്തിൽ നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അടുത്ത വർഷം റമദാൻ്റെ മുമ്പ് അത് ഖളാ വീട്ടേണ്ടതും, ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ ഒരു വർഷം പിന്തിച്ചാൽ പിന്നീട് നോമ്പ് ഖളാ വീട്ടുകയും അതോടുകൂടെ ഒരു നോമ്പിന് പകരം മുദ്ദു കൊടുക്കുകയും വേണം എന്ന മസ്അല എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ ശേഷം നോമ്പിനിക്ക് ഏറ്റവും മഹത്വമുള്ള മാസങ്ങൾ, അഫ്ളലു ശുഹൂരി ലിസ്സൗമി ബഅദ റമദാന അൽ അഷ്ഹുറുൽ ഹുറും വ അഫ്ളലുഹ അൽ മുഹറമു സുമ്മ റജബ്, ഫതുഹുൽ മുഇനിൽ കാണാം. അതുപോലെ റൗളത്തു ത്വാലിബീൻ രണ്ടാം വാല്യം 388 ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഫ്ളലുൽ അഷ്ഹുരി സൗമി ബഅദ റമദാൻ. അവിടെയും പരിശുദ്ധ റജബിനെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാണാം. അതുപോലെ ഹൻഫി ഫിഖ്ഹിലെ അൽ ഫതാവുൽ ഹിന്ദിയ, അൽ ഫതാവുൽ ആലംഗീരിയ, ആലംഗീർ ചക്രവർത്തി മുഹിയുദ്ദീൻ ഔറംഗസേബ് റഹ്മത്തുള്ളാഹി അലൈ 500ഓളം പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി എഴുതിയ ഫതാവുൽ ഹിന്ദിയ, അതിലെ 1-ാം വാല്യം 202 പേജിലും കാണാം, അൽ മർഗൂബാത്തു മിന സിയാമി അൻവാഉൻ അവ്വലുഹാ സൗമുൽ മുഹറം വസാനി സൗമു റജബ്. പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ ശേഷം മുഹറം മാസമാണ് സുന്നത്ത് നോമ്പുകൾക്ക് ഏറ്റവും മഹത്വമുള്ളത്. അതിൻ്റെ ശേഷം റജബ് മാസമാണെന്ന് ഈ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തി. മാത്രമല്ല പരിശുദ്ധ റജബ് മാസം നോമ്പിനിക്ക് മഹത്വമേറിയ മാസമാണ് എന്ന് ഈ ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൻ്റെ ശേഷം ഷഅബാൻ എടുത്തു പറയുന്നുണ്ട്. അതോടുകൂടെ വ്യത്യസ്തമായ സുന്നത്ത് നോമ്പുകൾ, അറഫ ദിവസത്തെ സുന്നത്ത് നോമ്പ്, മുഹറം 9, 10, പ്രത്യേകിച്ചും മുഹറം 1 മുതൽ 10 വരെ, പിന്നെ മുഹറം 9, 10, 11, എല്ലാ മാസം അയ്യാമുൽ ബിയോദ് 13, 14, 15, തിങ്കളാഴ്ച ദിവസങ്ങളിൽ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ, ശുക്രിന് വേണ്ടി ബുധനാഴ്ച ദിവസം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നോമ്പുകൾ, ഷവ്വാൽ 6 ദിനത്തെ നോമ്പുകൾ, ഷവ്വാൽ 2 മുതൽ 7 വരെയുള്ള 6 ദിനത്തെ നോമ്പുകൾ, ഇങ്ങനെ
നോമ്പുകൾ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ഒരുപാട് നോമ്പുകളുണ്ട്. മാസത്തെ അടിസ്ഥാനമാക്കി റജബും ഷഅബാനും മുഹറമും ഇതെല്ലാം നോമ്പിന് അനുഷ്ഠിക്കപ്പെട്ട, നോമ്പ് നിർദ്ദേശിക്കപ്പെട്ട മാസങ്ങളാണ്. ഏതായാലും ആദാത്തു സാദാത്തി സാദാത്തുൽ ആദാത്ത് എന്നതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മഹത്തുക്കളൊക്കെ പൊതുവെ ചില ആളുകളെല്ലാം 96 നോമ്പ് എന്ന അടിസ്ഥാനത്തിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളോട് 1333 ഹിജ്റ ജുമാദൽ ഉഖ്റ 14-ാം തീയതി ഒരു ചോദ്യം അബ്ദുറഹ്മാൻ എന്നവർ ചോദിച്ചിരുന്നു. നമ്മുടെ നാടുകളെല്ലാം സൗമു സിത്തിം വ തിസ്ഈന 96 നോമ്പ്, അതുപോലെ മിറാജ് നോമ്പ്, ബറാത്ത് നോമ്പ്, അതിനടിസ്ഥാനമുണ്ടോ, തെളിവുണ്ടോ എന്നെല്ലാം ചോദിച്ച് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഫത്താവുൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശറഇയ്യ ആ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ 135, 136 അതിന് വിശദമായി മഹാനവരുകൾ മറുപടി നൽകിയിട്ടുണ്ട്. ഏലം അന്ന സൗമ സിത്തിം വ തിസ്ഈന ഇബാറത്തുൻ അൻ സൗമി റജബ് വ ശഅബാൻ വ റമളാൻ വ സിത്തിൻ മിൻ ശവ്വാൽ എന്ന് 96 നോമ്പിനെ സംബന്ധിച്ചും, അതുപോലെ വഖദ് സ്വറഹൽ ഫുഖഹാ ബിസ്തിഹ്ബാബി സൗമി റജബ് വ ശഅബാൻ വ സിത്തിൻ മിൻ ശവ്വാൽ വ അമ്മാ സൗമു റമളാന ഫർളുൻ മക്തൂബുൻ കമാ ഹുവ മഅലൂം മിന അദ്ദീനി ബിളറൂറ. പരിശുദ്ധ റമളാൻ മാസം നോമ്പനുഷ്ഠിക്കൽ അത് ഫർളാണ്, അത് മഅലൂമും മിന അദ്ദീനി ബിളറൂറയാണ്, അത് പറയേണ്ടതില്ല. അതോടുകൂടെ സുന്നത്തായ നോമ്പുകൾ റജബ് മുഴുവനും, ഷഅബാൻ മുഴുവനും, അതുപോലെ ശവ്വാലിന്റെ 6 ദിനം നോമ്പും, അതാണ് 96 നോമ്പ് എന്ന് സാധാരണയിൽ പറയുന്നതും. എന്നിട്ട് ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മുഖദ്ദിമത്തുൽ ഹളർമിയ അതിൻ്റെ ഇബാറത്തും, അതുപോലെ ഹാഷിത്തുൽ ബാജൂരി തുടങ്ങിയ ഇബാറത്ത് അടിസ്ഥാനത്തിൽ എല്ലാം 96 നോമ്പ്, അതുപോലെ മുഹറം, അത് റജബ് 27-ാമത്തെ നോമ്പ്, അതുപോലെ ബറാഅത്ത് നോമ്പ് എല്ലാം ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ആ 96 നോമ്പിന് അടിസ്ഥാനമുണ്ട് എന്ന് തെളിവടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി. അതുപോലെ കൻസുൽ ഉമ്മാല് ബാബു സൗമി ആഷുറാ വിശദീകരിച്ച സ്ഥലത്ത് ബഹുമാനപ്പെട്ട മുത്തബിഉസുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് റജബ് മാസത്തിന്റെ നോമ്പുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ഗൗനിച്ചിരുന്നു, അത് പ്രത്യേകമായി കണക്കിലെടുത്തിരുന്നു എന്നത് വിശദമായി പറഞ്ഞത് കാണാം. അതോടുകൂടെ ഫളായിലുൽ ഔഖാത്ത് 110-ലും, അതുപോലെ തഫ്സീർ ദുർർ മൻസൂർ തൗബ 36-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് 4-ാമത്തെ വാല്യത്തിലെല്ലാം പറഞ്ഞത് കാണാം. താബിഈകളുടെ കൂട്ടത്തിൽ അബൂ ഖിലാബ് റളിയല്ലാഹു അൻഹു റജബ് മാസത്തിൽ നോമനുഷ്ഠിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക മാളികകളുണ്ട് എന്നൊക്കെ രേഖപ്പെടുത്തതായി കാണാം. അബൂ ഖിലാബ് റളിയല്ലാഹു അൻഹു താബിയാണ്, സ്വഹാബിയിൽ നിന്ന് കേട്ടിട്ടല്ലാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയാൻ കഴിയുകയില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഫളായിലുൽ ഔഖാത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ത്വഹാറത്തുൽ ഖുലൂബ് 12-ാമത്തെ ഫസ്ൽ 125-ാമത്തെ പേജിൽ ലിയാഉദ്ദീൻ അബ്ദുൽ അസീസ് ദീരീനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ ഒരു നീണ്ട ഹദീസ്, റജബിൽ 7 ദിവസം നോമനുഷ്ഠിച്ചാൽ നരകത്തിന്റെ 7 വാതിലുകൾ ബന്ദ് ചെയ്യപ്പെടുമെന്നും 10 ദിവസം നോമനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതെല്ലാം നൽകുമെന്നും സ്വർഗത്തിൽ നോമനുഷ്ഠിക്കുന്നവർക്ക് പ്രത്യേകമായ മാളികകളുണ്ട് എന്നും ത്വഹാറത്തുൽ ഖുലൂബ് 125-ാമത്തെ പേജിൽ കാണാം. അതുപോലെ റജബ് മാസം നോമനുഷ്ഠിക്കുമ്പോൾ
തെറ്റുകളൊക്കെ തബ്ദീലാക്കി ഹസനാത്താക്കി അള്ളാഹു മാറ്റും. തബ്ദീലു സയ്യാത്ത് ഹസനാത്താക്കപ്പെടുമെന്നും താരിഖ് ബഗ്ദാദ് 4421 സ്ഥലത്തെല്ലാം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, താരിഖ് ബഗ്ദാദിൽ കാണാം തബ്ദീലു സയ്യാത്ത് ഹസനാത്താക്കി മാറ്റപ്പെടുന്നത്. ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ച പോലെയാണെന്നും 7 നോമ്പ് വെച്ചാൽ നരകത്തിന്റെ 7 വാതിൽ ബന്ദ് ചെയ്യപ്പെടുമെന്നും റജബിൽ 8 നോമ്പ് അനുഷ്ഠിച്ചാൽ സ്വർഗത്തിന്റെ 8 വാതിൽ തുറക്കപ്പെടുമെന്നും റജബിൽ 10 ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ സയ്യാത്തിനെ ഹസനാത്താക്കി അള്ളാഹു തബ്ദീൽ ചെയ്യുമെന്നും തെറ്റുകളൊക്കെ നന്മകളാക്കി അള്ളാഹു മാറ്റും എന്ന ഹദീസൊക്കെ താരിഖ് ബഗ്ദാദിലും മറ്റും കാണാം. ഈ ഹദീസുകളുടെ സനദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അത് പുണ്യമുള്ള പ്രവർത്തനങ്ങൾ എന്ന നിലക്ക് എടുക്കാൻ പറ്റുന്ന വിശദമായ ചർച്ചകൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഹാബീലിൽ ഫത്താവ 1-ാം വാല്യം 419 ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഫത്താവൽ കുബ്ര 2-ാം വാല്യം 46 അതുപോലെ ഫളായിലുൽ ഔഖാത്തിൽ ബൈഹഖി ഇമാം റഹിമഹുല്ലയും അതുപോലെ മജ്മൂഉർ റസായിൽ അൽ അദബ് ഫി റജബ് മുല്ല അലുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 2-ാം വാല്യം 288 വിശദമായി പറഞ്ഞത് കാണാം. റജബ് മാസത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഴിഞ്ഞ കാലങ്ങളിലെ മഹത്തുക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ പലരും നോമനുഷ്ഠിച്ചിട്ടുണ്ട്. റജബ് മാസത്തിൽ നോമനുഷ്ഠിച്ച സ്വാലിഹീങ്ങളെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പല മഹാന്മാരെയും നമുക്ക് കാണാൻ കഴിയും. ഹംസത്ത് ബിൻ അലി അൽ ഹറാനി എന്നവർ പറയുന്നു, അല്ലാമ അബുൽ ഹസൻ അലി ഇബ്നു അഹ്മദ് അൽ യസ്ദി അൽ ബഗ്ദാദി അഷ്ശാഫി റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ റജബില് ബഹുമാനപ്പെട്ടവർ ആദ്യം ഒരു വസിയത്ത് ചെയ്തിരുന്നു. അബുൽ ഹസൻ അലി ഇബ്നു അഹ്മദ് അൽ യസ്ദി തങ്ങൾ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ മരണപ്പെട്ടാൽ പെട്ടെന്നൊന്നും ഖബറെടുക്കാൻ പാടില്ല, പെട്ടെന്ന് ഖബറെടുക്കരുത്, 3 ദിവസം കഴിഞ്ഞ ശേഷം അടക്കാവൂ എന്നെല്ലാം ആദ്യം ബഹുമാനപ്പെട്ട ഉപദേശം നൽകിയിട്ട് വസിയത്ത് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ആ വസിയത്ത് തിരിച്ചെടുക്കുന്നു, ഞാൻ മരണപ്പെട്ടാൽ ഉടനെ മറമാടണം. കാരണം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, നോമ്പ് തുറക്കേണ്ടത് എൻ്റെ അടുക്കലാണ്. വസിയത്ത് ഞാൻ തിരിച്ചെടുക്കുന്നു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. യാ അലി സും റജബൻ അൻദനാ. അലി ഇബ്നു അഹ്മദ് യസ്ദി അൽ ബഗ്ദാദി അഷ്ശാഫി റഹിമഹുല്ലാ 551 ഹിജ്റയിൽ വഫാത്തായ മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി ഇബ്നു ഹുസൈൻ, അലി ഇബ്നു അഹ്മദ് യസ്ദി, അതായത് അബുൽ ഹസൻ എന്നവരെ നിങ്ങൾ നാളെ എൻ്റെ അടുക്കൽ നോമ്പ് അനുഷ്ഠിക്കണം, നോമ്പ് തുറക്കണം. യാ അലി സും റജബൻ ഇൻദന, നമ്മുടെ അടുക്കലാണ് നോമ്പ് അനുഷ്ഠിക്കണം, റജബിന്റെ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റജബിന്റെ 1-ാമത്തെ രാത്രിയിൽ ബഹുമാനപ്പെട്ട വഫാത്തായി എന്ന് ഹാഫിള് ദഹബി അടക്കം സിഅറു അലാമിൻ നുബലാ 15-ാം വാല്യം 116-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അഷൈഖ് ഹനീഫുദ്ദീൻ ഇബ്നു അബ്ദുറഹ്മാൻ അൽ മക്കി അൽ ഹനഫി റജബിലും ഷഅബാൻ ഫുള്ളും അതുപോലെ അയ്യാമുൽ ബിയദ് എല്ലാ മാസം 13, 14, 15 എന്ന് പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മഹാനാണ് എന്ന് ഖുലാസത്തുൽ അസറിൽ മുഹമ്മദ് അമീനുൽ മുഹിബി എന്നവർ ഹർഫ് ഹ 2-ാം വാല്യം 126-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ മുഹമ്മദ് ദിമഷ്കി ഹിജാസിലും മദീനയിലും വലിയ ഒരു മുഫ്തിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ ജുമാദൽ ഉഖറ അവസാനത്തെ 10 അതുപോലെ റജബ് മുഴുവനും ഷഅബാൻ മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. അത്താഴ സമയത്ത് മാംസമൊന്നും അങ്ങനെ മുന്തിയഭക്ഷണമൊന്നും കഴിക്കാറില്ല. കടല, സൈത്തൂന് അല്പം, അതുകൊണ്ടാണ് നോമ്പ് തുറക്കലും മറ്റുമെല്ലാം ഉണ്ടായിരുന്നതെന്ന് ഖുലാസത്തുൽ അസർ 4-ാം വാല്യം 162 മുതൽ 164-ാമത്തെ പേജ് വരെ കാണാം. അതുപോലെ സ്വാഹിബ് ആഫ്രിഖിയ
എന്ന പേരിൽ അറിയപ്പെടുന്ന സുൽത്താൻ അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് റഹിമഹുല്ല ഹിജ്റ 796 വഫാത്തായ ആഫ്രിക്കയുടെ ഹാക്കിമും അതുപോലെ തൗൻസിലെ രാജാവുമായ ബഹുമാനപ്പെട്ടവർ റജബും ഷാബാനും മൊയ്ബനും നോമനുഷ്ഠിച്ചിരുന്നു എന്ന് അൽ മൻഹലു സോഫി എന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് ജമാലുദ്ദീൻ അബുൽ മഹാസിൻ 874 ഹിജ്റയിൽ വഫാത്തായ മഹാനവറുകൾ 2-ാം വാല്യം 105 അതുപോലെ 108 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ലൈലത്തുർ റഗായിബ്, ലൈലത്തുർ റഗായിബിലെ വെള്ളിയാഴ്ച രാവ്, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, അതിൽ പ്രത്യേകമായി നിസ്കാരങ്ങൾ അതെല്ലാം ബിദ്അത്ത് എന്നാണ് മുഹഖിഖീങ്ങളായ ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിം പോലത്തെ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. അത് ഇയാനത്തു ത്വാലിബിലും നമുക്ക് കാണാൻ കഴിയും. അതേ ഇയാനത്തു ത്വാലിബ് ബാബും ഫി സ്വലാത്തിൻ നഫ്ലിൽ 1-ാം വാല്യം 46 പറയുന്നത് ലൈലത്തുർ റഗായിബിൽ നിസ്കാരം ബിദ്അത്താണ്, നോമ്പുകൾ റജബിൽ ബിദ്അത്തൊന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 96 നോമ്പ്, റജബ് ഫുള്ളും ഷാബാൻ ഫുള്ളും, റമദാന്റെ ഫർള് നോമ്പും അതോടുകൂടെ ഷവ്വാലിന്റെ 6 നോമ്പും ഇതെല്ലാം ശറഇൽ സ്ഥിരപ്പെട്ട സംഗതിയാണെന്ന് ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഫതാവൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശറഇയ്യ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ലത്വായിഫുൽ മആരിഫ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ 135-ാമത്തെ പേജിൽ പറയുന്നു, ചില സ്വാലിഹ്യങ്ങളൊക്കെ അഷ്ഹുറുൽ ഹുറുമായ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിലെല്ലാം നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. അതിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട മുത്തബിയുസുന്ന ഇബ്നു ഉമർ, സയ്യിദുന ഹസൻ ബസരി, അബു ഇസ്ഹാഖ് സുബഈ റഹ്മത്തുള്ളാഹി അലൈഹിം പോലത്തെ മഹാന്മാർ. സുഫ്യാൻ സൗരി തങ്ങൾ പറയുന്നു, അഷ്ഹുറുൽ ഹുറുമായ മാസത്തിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ നോമനുഷ്ഠിക്കാരന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞത് ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി ലത്വായിഫുൽ മആരിഫ് 135 പറയുന്നു. ഏതായാലും നോമ്പുകൾ ഇങ്ങനെ പല നിലക്കും മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളും അവർ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോമ്പിന്റെ കാര്യങ്ങൾ നമ്മൾ കഴിയുന്ന പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ മാസവും 3 നോമ്പ് അനുഷ്ഠിച്ചാൽ ആ മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ച കൂലി മൻജാ അബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ഒരു കൂലിക്ക് 10 പ്രതിഫലമാണ് അല്ലാഹു തആല ഈ ഉമ്മത്തിനിക്ക് റഹ്മത്ത് കൊണ്ട് നൽകുന്നത്. ഇഖ്ലാസ് ഉള്ളവർക്ക് ഇഖ്ലാസ് അനുസരിച്ച് ഒരുപാട് നന്മകളും കൂലികളും അല്ലാഹു നൽകും എന്നത് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ എന്ന ആയത്ത് പഠിപ്പിക്കുന്നു. അതുപോലെ വല്ലാഹു യുളാഇഫു ലിമൻ യശാ, ഇഖ്ലാസ് ഉള്ളവർക്ക് അല്ലാഹു ധാരാളം നൽകുന്നു. ഏതായാലും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കഴിയുന്ന പരമാവധി നോമ്പുകൾ നമ്മൾ ഹയാത്താക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കേണ്ടതുണ്ട്. നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്ന ആളുകൾക്കും അനാവശ്യമായ സംസാരത്തെ തൊട്ട് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. എത്ര ശക്തിയായ ചൂടുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ചിലപ്പോൾ നോമ്പനുഷ്ഠിക്കാൻ കഴിയും, എന്നാൽ നാവിനെ നിയന്ത്രിക്കാൻ, നാവിനെ സൂക്ഷിക്കാൻ കഴിയില്ല എന്നത് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് യൂനുസ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തർക്കു കലിമത്തിൻ ഫീമാ ലാ യഅനി അഫ്ളലു മിൻ സൗമി യൗമിൻ. അനാവശ്യമായ ഒരു വാക്ക് ഒഴിവാക്കുന്നത് ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുന്നേക്കാളും മഹത്വമാണ് എന്ന് ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി തംബീഹുൽ മുഖ്തറീൻ, അതുപോലെ ഇമാം ജുർദാനി റഹിമഹുല്ലാ അൽ ജവാഹിറുൽ ലുഅ്ലുയ്യ എന്ന ഗ്രന്ഥത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാവുകളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്, നാവിനെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫി സംതി സബ്അതു ആലാഫി ഖൈർ, ചിലപ്പോൾ മിണ്ടാതിരുന്നാൽ 7000-ഓളം ഖൈറുകൾ. പ്രത്യേകിച്ചും പുണ്യമേറിയ മാസങ്ങൾ, പുണ്യമേറിയ ദിവസങ്ങൾ, പുണ്യമേറിയ രാവുകൾ, ഇതിലെല്ലാം നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവുകളെയാണ്. വളരെ അത്യാവശ്യമുള്ള സംഗതികൾ മാത്രം സംസാരിക്കുക, അതും ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഖൈറായ കാര്യങ്ങൾ സംസാരിക്കുക, അല്ലാത്തത് മിണ്ടാതിരിക്കുക. ജായിസായ വാക്കാണെങ്കിലും അതിലും ഒരുപാട് ആഫത്തുകൾ
ഉണ്ട്, നഷ്ടങ്ങളുണ്ട് എന്ന് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹാജുൽ ആബിദീനിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ ഏതായാലും തർക്കു കലിമത്തിൻ ഫീമാല യഅനി അഫ്ളലു മിൻ സൗമി യൗമിൻ, ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ മഹത്വമാണ് അനാവശ്യമായ വാക്ക് ഒഴിവാക്കുന്നത് എന്ന് മഹത്തുക്കളൊക്കെ പറഞ്ഞു. ചില സമയത്ത് നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ മഹത്വം നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ നമുക്ക് ലഭിക്കും എന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അൽ ആരിഫ് ബില്ലാ അഷൈഖ് ദിയാഉദ്ദീൻ അബ്ദുൽ അസീസ് ദീരീനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ത്വഹാറത്തുൽ ഖുലൂബ് ഫസ്ൽ 12 125 പേജിൽ ബഹുമാനപ്പെട്ടവർ പറയാണ്, റജബ് മാസം ജനങ്ങൾ പണ്ടുകാലം ജാഹിലിയ കാലത്ത് തന്നെ അവരുടെ അമ്പുകളും ആയുധങ്ങളും എല്ലാം അവർ മറച്ചു വെക്കും. യുദ്ധത്തെ തൊട്ടും അതുപോലെ തർക്കങ്ങളെ തൊട്ടെല്ലാം അവർ പിടിച്ചു നിൽക്കും. ഇത് പറഞ്ഞതിന്റെ ശേഷം അഷൈഖ് ദിയാഉദ്ദീൻ അദ്ദീരീനി റഹ്മത്തുള്ളാഹി പറയാണ്, ജാഹിലീങ്ങൾ അറബിക് അതുപോലെ ജാഹിലിയ കാലത്തുള്ള ആളുകൾ റജബ് മാസത്തിൽ അവരുടെ ആയുധങ്ങളെ സൂക്ഷിച്ചെങ്കിൽ മുസ്ലിം സമുദായം എന്തുകൊണ്ട് റജബ് മാസത്തിൽ അവരെ നാവുകളെ സൂക്ഷിക്കുന്നില്ല? ഈ റജബിന്റെ ബഹുമാനം പരിചയചിന്തനത്തുണ്ട്, എന്തുകൊണ്ട് അവർ പിടിച്ചു നിർത്തുന്നില്ല? അവർ പിടിച്ച് നിൽക്കാത്തത് എന്തുകൊണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദീരീനി റഹ്മത്തുള്ളാഹി അലൈഹി ത്വഹാറത്തുൽ ഖുലൂബ് 125 പേജിൽ പറയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ചില അവസ്ഥകൾ ചില സമയങ്ങളെല്ലാം നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഊരിടപ്പെട്ട വാളിനെയും അമ്പിനെയും സൂക്ഷിക്കുന്നതിനേക്കാളും വലിയ കഷ്ടമാണ്. അതായത് അമ്പിനെ സൂക്ഷിക്കുക, വാളിനെ സൂക്ഷിക്കുക, അതിനേക്കാളും നുക്സാൻ ഉണ്ടാക്കും നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദീരീൻ റഹ്മത്തുള്ളാഹി ത്വഹാറത്തുൽ ഖുലൂബ് 125 പറയുകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ അക്തമുൻ സൈഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞത്, ഒരാളുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂനതകളും വീഴ്ചകളുണ്ട്, പക്ഷേ ഞാൻ എണ്ണി നോക്കിയപ്പോൾ 8000-ഓളം ലഭിച്ചിട്ടുണ്ട്. 8000 അയബുകളും ഇല്ലാതെയാകാൻ ഒരൊറ്റ പണിയാണ്, അത് ഹിഫ്ലുൽ ലിസാൻ, നാവിനെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് അക്തമുൻ സൈഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്കാറുൻ നവവിയിലും അതുപോലെ ഇമാം അബ്ദുൽ ഹമീദ് ഷർവാനി റഹ്മത്തുള്ളാഹി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 3-ാം വാല്യത്തിലും രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ നാവുകളെ സൂക്ഷിക്കേണ്ടതുണ്ട്. ധാരാളം ഇസ്തിഗ്ഫാർ, ദിക്ർ, സ്വലാത്ത്, തിലാവത്തുൽ ഖുർആൻ, അതുപോലെ തഅല്ലുമു തഅലീം, ഇങ്ങനെയുള്ള സംഗതികൾ ധാരാളം നാം ഹയാത്താക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മാസത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ച്, ഒരു സ്വാലിഹത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു പെണ്ണ്, ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണ്, ഒരു സ്ത്രീ എല്ലാ ദിവസവും 12,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുമായിരുന്നു. റജബ് മാസത്തിൽ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് 12,000 പ്രാവശ്യം ഓതിരുന്ന പെണ്ണ്, അതായത് റജബ് മാസത്തിൽ 12,000 പ്രാവശ്യം സൂറത്ത് ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയപ്പോൾ ആ പെണ്ണ്, ആ സഹോദരി മരണപ്പെട്ടപ്പോൾ ബർസഖിയായ ജീവിതത്തിൽ, ഖബർ ജീവിതത്തിൽ വലിയ സ്ഥാനം ആ പെണ്ണിക്ക്, ആ സ്ത്രീക്ക് ഉണ്ടായത് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ 100-ാമത്തെ ബാബ് 302-ാമത്തെ പേജിലും, അതുപോലെ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹിജാസ് അൽ ഫഷനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ ഇഖ്വാൻ ഫി ഖിറാഅത്തിൽ മീആദ് ഫി റജബിൻ വ ശഅബാൻ വ റമളാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 11-ാമത്തെ പേജിലും വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ റജബ് മാസത്തെ സംബന്ധിച്ച് പറയുന്നത് അത് മിഫ്താഹുൽ ഖൈർ, ഖൈറിന്റെ താക്കോലാണ്, ഖൈറിന്റെ താക്കോലാണ് എന്ന് മആരിഫുൽ ഇൻആം വ ഫളൽ ശുഹൂറിൽ അയ്യാം എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ 95-ാമത്തെ പേജിൽ മഹാനായ യൂസുഫ് അൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് രേഖപ്പെടുത്തതായി കാണാം. അതുപോലെ ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ലത്വാഇഫുൽ മആരിഫിൽ മഹാനവറുകൾ പറയുന്നു, റജബ് മാസം എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു കാറ്റ് പോലെയാണ്. ആ കാറ്റാണ് ആദ്യം
എന്നിട്ട് മേഘം വരുന്നു, എന്നിട്ട് റഹ്മത്തിന്റെ മഴ വർഷിക്കുന്നു. അതുപോലെയാണ് റജബ്, ഷഅബാൻ, റമദാൻ. റജബ് കാറ്റ് പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വർഷം ഒരു മരം പോലെയാണെങ്കിൽ അതിൻ്റെ ഇലകളാണ് റജബ് മാസം. അതുകൊണ്ട് പരിശുദ്ധ റജബ് മാസം നാം ചെയ്യേണ്ടത്, ദോഷങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ അമാലിൻ്റെ ലീസ്റ്റെല്ലാം കറുത്തു പോയിട്ടുണ്ടെങ്കിൽ തൗബ കൊണ്ട് അതിന് നമ്മൾ ആ കറുപ്പ് നമ്മൾ ഇല്ലാതെയാക്കണം എന്നും, അതോടുകൂടെ നമ്മുടെ ആയസ് എല്ലാം തോന്നിയാസത്തിലും ബടായിലും അനാവശ്യത്തിലും ചെലവായിട്ടുണ്ടെങ്കിൽ ഈ റജബ് പോലത്തെ മാസത്തിനെ ഖനീമത്തായി, വലിയ മുതൽക്കൂട്ടമായി മനസ്സിലാക്കണം എന്നും ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ലതായിഫുൽ മആരിഫ് 138 പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. അതുകൊണ്ട് പരിശുദ്ധ റജബ് മാസം വളരെ ആദരവും ബഹുമാനം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, ധാരാളം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റജബ് മാസം വലിയ ബറക്കത്ത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. റജബിൽ ബറക്കത്ത്, ഇബാദത്തിന് ധാരാളം തൗഫീഖുകൾ ലഭിച്ചിട്ടുള്ള ബറക്കത്ത്. അതുപോലെ ശഅബാൻ മാസത്തിൽ ഖുശൂഉം ഖുദൂഉം അങ്ങനെ ധാരാളം എല്ലാം ലഭിക്കുന്ന വിധത്തിൽ നമ്മൾ ആകണം. പരിശുദ്ധ റമദാൻ മാസം നമുക്ക് ധാരാളം ഇബാദത്തുകൾക്ക് തൗഫീഖും, നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കാനും, നമുക്ക് സഅദത്തു ദാറൈൻ എല്ലാം ലഭിക്കാൻ അത് കാരണമാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും പരിശുദ്ധ റജബ് മാസം എന്ന് പറഞ്ഞാൽ ഒരു ധാന്യം കുഴിച്ചിടുന്ന ഒരു എന്ന നിലക്കാണ് അതിനെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ധാന്യത്തിനെ കുഴിച്ചിടുക, എന്നിട്ട് അതിൻ്റെ അസർ ശഅബാനിലും അതിൻ്റെ ശേഷം റമദാനിലും അതിൻ്റെ ധാരാളം അവസ്ഥകൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഏതായാലും പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസം വളരെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടതുമാണ്. അതുപോലെ പരിശുദ്ധ റജബ് മാസം ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ദിറാസത്തുൽ അസ്ഹരിയ ഫി ഷഅനിൽ ഇസ്രാഇ വൽ മിഅ്റാജ്, അതിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. അതോടുകൂടെ ഈ റജബ് മാസം ഒരുപാട് മഹത്തുക്കളുടെ മാസമാണ്, ഒരുപാട് മഹാന്മാരുടെ മാസമാണ്. ആ മഹാന്മാരെ അനുസരിച്ച് കൊണ്ട് ഒരുപാട് മഹാന്മാരെ അനുസരിക്കപ്പെടുന്നതും അതിൽ മഅമൂലാത്തു അഹ്ലിസുന്ന എന്ന നിലക്കുള്ള സംഗതികളെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് അദ്ദിറാസത്തുൽ അസ്ഹരിയ ഫി തദ്കിറത്തിൽ ഔലിയ, അതുപോലെ അദ്ദിറാസത്തുൽ അസ്ഹരിയ ഫി അറാസി ഔലിയ ഇല്ലാഹി ഫി റജബിൽ മുറജബ് എന്ന ആ ദിറാസയിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, റജബിൽ വഫാത്തായ സർവ്വ മഹത്തുക്കളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാക്കി, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാരുടെ ദോഷങ്ങളെല്ലാം മാഫാക്കി അള്ളാഹു ഇരുവീട്ടിലും നമുക്കും അവർക്കും സആദത്തും അതുപോലെ ഖൈർ, ലുത്ഫ്, ആഫിയത്തും ഇസ്തിഖാമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.